ലക്ഷ്മി ഗണേഷ് കുബേർ. ഇത് കുബേറാണ് കേട്ടോ. ഇത് കുബേർ, ലക്ഷ്മി, ഗണേഷ്. അപ്പം നമ്മൾ പഞ്ചാമൃതമൊക്കെ ഇട്ട് കുളിപ്പിച്ചു. പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ ഹണി, പാല്, നെയ്യ് അങ്ങനെയൊക്കെയുള്ള പഞ്ചാമൃതമൊക്കെ വെച്ച് നമ്മൾ കുളിപ്പിച്ച് വച്ചിരിക്കുന്നതാണ്. ഇനി ഇച്ചിരി പനീർ തളിക്കും, പനീറുണ്ട്, ഒന്നും കൂടെ കുളിപ്പിക്കും. അങ്ങനെ നമ്മൾ പൂജയുടെയൊക്കെ ഇത് ചെയ്ത് വരുന്നതാണ് കേട്ടോ. എല്ലാം പൂജയുടെയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഡെക്കറേഷനിലിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വലിയ അധികമായിട്ടൊന്നും പൂജയില്ല കേട്ടോ. നമ്മളൊന്ന് ലളിതമായിട്ട് താഴെ പണിയുന്നുള്ളതുകൊണ്ട്, വീട് പണിയൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ പുറത്തും നമ്മൾ ഇതുപോലെ പുറത്ത് നമ്മുടെ എൻട്രൻസിൽ ഇതുപോലെ നമ്മൾ വാഴ വെച്ചിട്ടുണ്ട്. 2 വാഴയും ചെറിയ ഡാബും ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മളിത് പൂജയുടെയൊക്കെ ഇത് വിരിക്കുന്നു. ഇനി കലശമൊക്കെ വരച്ച് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കേട്ടോ, അതിൻ്റെ മന്ത്രവും ഗംഗാവെള്ളം വെച്ച് കഴിയാൻ സർവ്വപാപവും തീർക്കുന്നു കേട്ടോ. ദൈവത്തിന് നമ്മൾ ഗംഗാവെള്ളം, അത് കഴിഞ്ഞത് പനീർ. ഇത് ഗണേഷ്, ലക്ഷ്മി, കുബേറാണ്. ഇനി ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ ഫോട്ടോസ് കുളിപ്പിക്കുന്നു. മോളാണ് എല്ലാ വർഷവും കുളിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉപവാസത്തിലൊക്കെയാണ് കേട്ടോ, ഉപവാസം എടുത്താണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ തിഥിയ വരുന്നത് 6 മണി തൊട്ടാണ് പൂജയുടെ സമയം. അപ്പോൾ എല്ലാ വർഷവും ഓരോരോ ടൈമിൽ, ചിലപ്പോൾ 5 മണി. ഇപ്രാവശ്യം വന്നിരിക്കുന്ന തിഥി 6 മണിയാണ്. 6 മണി തൊട്ട് 7:30 മണി വരെ ഉണ്ട്. അതിന് ഇടയ്ക്ക് പൂജ കഴിയണം. ദൈവത്തിനെയൊക്കെ കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ എല്ലാം കാണിച്ചില്ല, എന്നാലും നമ്മൾ കുളിപ്പിച്ചത്. കുബേർ, ഇത് ഓവാളാണ് കേട്ടോ, മൂങ്ങയാണ്, മൂങ്ങയുടെ ഇതാണ്. ഇത് ലക്ഷ്മി, ഇത് ഗണേശ്. ഇത് അഷ്ടലക്ഷ്മിയുടെ ഒരു ഫോട്ടോ. പിന്നെ നമ്മുടെ ലക്ഷ്മിയും ഗണേശിൻ്റെ, പിന്നെ ഇത് കുബേറിൻ്റെ കണ്ടോ. അപ്പോൾ ഇത്രയും വെച്ച് ഇനി കലശമൊക്കെ വെക്കണം, പൂക്കളിടണം. നമ്മൾ പൂജ തുടങ്ങുമ്പോൾ ഇവർക്ക് സിന്ദൂരം ഇടണം. ഇതൊക്കെ ചെയ്തിട്ടാണ് പൂജ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടോ. പിന്നെ ഇപ്പോൾ എല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെങ്ങനെ വെക്കുന്നത്, ഇനി കലശമൊക്കെ വച്ച് എല്ലാം വച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ, രാവിലെ തൊട്ട് ഭയങ്കര തിരക്കാണ്. പൂജയുടെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെയൊക്കെ പഞ്ചാമൃതമൊക്കെ വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. പഞ്ചാമൃതം വെച്ചാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. ഇതൊക്കെ തൂക്കി, ഇത് കണ്ടോ, ഇതൊക്കെ തൂക്കി പഴയതൊക്കെ എടുത്തു കേട്ടോ. പഴയതൊക്കെ എടുത്ത് നമ്മൾ ഇനി വെള്ളത്തിലൊഴുക്കെ, എന്നിട്ട് ഇതൊക്കെ തൂക്കി ആമ്പത്തി. ഇത് പുതിയ നെല്ലാണ് കേട്ടോ, പഴയ നെല്ലൊക്കെ എടുത്തു. ഇനി ഈ ലക്ഷ്മിയുടെ ഇത് നമ്മൾ തൂക്കി ഇത് കേട്ടോ, ഇത് തൂക്കി പഴയതെടുത്തു. പഴയത് ഇനി എടുത്ത് കവറിൽ വെച്ചിട്ടുണ്ട്. അത് ഇനി പൂക്കാരം കൊണ്ടുവന്ന് ഒഴിക്കും. അപ്പോൾ ഇത് ലക്ഷ്മി വച്ചു, ആമ്പത്തേക്ക് വച്ചു. അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ അതിൻ്റെ അത്ര വലിയ ഇതൊന്നുമല്ല. ഒരു ഹാരമൊക്കെ മേടിച്ച് ഇങ്ങനെ ഇട്ടുന്നേളെ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് തോരണം വയ്ക്കും, പിന്നെ രംഗോളി ഇടും. ഇപ്രാവശ്യം രംഗോളിയൊന്നും നമ്മൾ വീടിൻ്റെ അകത്ത് ഇടുന്നില്ല, കാരണം നല്ല പണി നടക്കുന്നതല്ലേ താഴെ. അപ്പോൾ അത് പറ്റുന്നില്ല. കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഇവിടെ പുറത്ത് കലശം വച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ തേങ്ങയും ഒക്കെ സ്വസ്തി വരച്ച് കലശമൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് 2 വശത്ത്. ഇത് ഞാൻ പ്ലാസ്റ്റിക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് പറയുമ്പോൾ നമുക്ക് കഴുകി വെക്കാം. ഇതുപോലത്തെ 4-5 എണ്ണം ഉണ്ട് കേട്ടോ. അതൊക്കെ ഗാർട്ടൻസിലായിപ്പോയി. അപ്പോൾ ഇന്നലെ പുതിയത് മേടിച്ചതാണ്, ഇതുപോലത്തെ ചെടിച്ചട്ടി പോലത്തെ. അപ്പോൾ ഇത് നമുക്ക് കഴുകി വെച്ചാൽ അടുത്ത വർഷം ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ തോരണം കെട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇനി കെട്ടിയിട്ട് കാര്യമില്ല, കാരണം ഈ ഗ്രില്ലൊക്കെ ഇനി അഴിക്കും, ഈ ദർവാജയൊക്കെ ഇനി പൊട്ടിക്കും. ഇതിപ്പോൾ ലാസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഫ്രെയിമൊക്കെ എടുക്കാൻ. അപ്പോൾ അത് കാരണം ഇനി വച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം അത് സിമ്പിളായിട്ട് ഇടണം. മറ്റങ്ങനെയല്ല, ഇവിടെയൊക്കെ അങ്ങോട്ട് തോരണമൊക്കെ കെട്ടി, നമ്മൾ പൂമാല കൊണ്ട് തോരണമൊക്കെ കെട്ടും. പിന്നെ ഇത് വെക്കണം പുറത്ത്, നമ്മൾ വാഴയുടെ ഇതും കലശവും വെക്കണം. അതിന് വേണ്ടി വച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഈ വീട് പണി നിങ്ങൾ കണ്ടല്ലോ നടക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദീപക്കും ഇല്ല. എല്ലാ അകം പണിയും പുറം പണിയും. പൂജയുടെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപവാസം ഇരുന്നല്ലേ എടുക്കുന്നത്, തലേ ദിവസമേ ഉപവാസം ഇരുന്ന്. ഇനി 6 മണിക്ക് ശേഷം തീർത്ഥം കഴിച്ചതിന് ശേഷം വല്ലം കഴിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്നുള്ളതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് പണി കൂടുതലും. കാരണം കണ്ടില്ലേ, പൂജയുടെ എല്ലാ ഡെക്കറേഷനുകളും ഞാനും മോളും കൂടെ ഒരുക്കി. കാണുമ്പോൾ ഇത് ഈസി എന്ന് തോന്നും, കാണുമ്പോൾ ഈസി അല്ല കേട്ടോ. രാവിലെ തൊട്ട് നമ്മളിപ്പോൾ 5:47 6 ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ വർഷം ഓരോ തിഥിയെ വരുന്നത്.
ഇപ്രാവശ്യം 6 മണി തൊട്ട് അതിൻ്റെ തിഥി 5:47 തൊട്ട് 7:30 മണി വരെ, ചിലപ്പോൾ 5 മണി തൊട്ട് 6 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൂജയും മന്ത്രവും ചെയ്ത് നിർത്തണം. അപ്പോൾ ഇത് കൂടുതലും പെണ്ണുങ്ങളെ കൂടുതൽ ചെയ്യേണ്ടത് കേട്ടോ ഈ പൂജ. അപ്പോൾ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരുപാട് പണിയുള്ളതുകൊണ്ട് ഒന്ന് സിമ്പിളായിട്ട് ചെയ്യണം. കാരണം എല്ലാ വർഷവും ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് നിർത്താൻ പാടില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സിമ്പിളാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഹോളൊക്കെ രംഗോളി വരയ്ക്കും കേട്ടോ. ഇതിപ്പം അതൊന്നുമില്ല, വെറുതെ ഒന്ന് സിമ്പിളായിട്ട്. ഇനി നാളെ എടുക്കുള്ളൂ കേട്ടോ. നമ്മളിത് പൂജ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കലശമൊക്കെ എടുത്ത് നമ്മൾ കുളത്തിൽ നമ്മൾ ഒഴിക്കും. കലശം അവിടെ വച്ചിരിക്കുന്ന അരി ഞാൻ കാണിച്ചു തരാം എല്ലാം. അന്ന് ഡെക്കറേഷൻ എല്ലാം ചെയ്യട്ടെ, മോള് ഞാനും കൂടെ ചെയ്യണം. എൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നു. നമ്മളിതേ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയി. ഇതേ പുതിയ മാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി പൂമാല നമ്മൾ മന്ത്രം ചൊല്ലുന്ന സമയത്താണ് മന്ത്രം ചൊല്ലി ഇടുന്നത് കേട്ടോ. അപ്പം അത് വീടിൻ്റെ മുമ്പിൽ വെക്കേണ്ട ലക്ഷ്മി ഗണേശ് ഇവിടെ ഇരിപ്പുണ്ട്. പഴയ ലക്ഷ്മി ഗണേശ് ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ അവിടെ ഒരു ഗോപുരമല്ലേ ഡോറിൻ്റെ പുറത്ത്. അപ്പോൾ ഇത് കലശമൊക്കെ നമ്മളിവിടെ വച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ അരി ഇടും കേട്ടോ. അരി ഇട്ടിട്ടാണ് ഇത് കണ്ടോ, അരി ഇട്ടിട്ടാണ് നമ്മൾ ഇതിടുന്നത്. കൈ നിറച്ച് മഞ്ഞൾ വെക്കുകയാണ്. കൈ നിറച്ച് ഇത് കണ്ടോ മഞ്ഞൾ വെക്കുകയാണ്. എന്നിട്ട് വെറ്റില വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അരി, നെല്ല്, ഇത് ഗണേശ്, ഇത് കണ്ടോ ലക്ഷ്മി, എല്ലാവർക്കും പുതിയ മാലയൊക്കെ ഇട്ടു നമ്മൾ. കുബേര് ഇത് ഓവാലാണ് കേട്ടോ, മൂങ്ങ ഇതാണ് ഇതിട്ട്. ഇനി പൂമാല വലിയ പൂമാല ഹാരമൊക്കെ ഇടുന്നത് നമ്മൾ മന്ത്രം ചൊല്ലിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ലക്ഷ്മിയുടെ സാധനങ്ങളാണ്. ഇത് കടയിൽ കിട്ടും. മഹാലക്ഷ്മിയുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കിട്ടും. നമ്മൾ പൂജ തുടങ്ങുമ്പോൾ ഇത് വിഘ്നേശ്വരന് പൂണൂല് കെട്ടും കേട്ടോ. പൂണൂല് കെട്ടാനാണ് ഇത്. വിഘ്നേശ്വരന് പൂണൂല് കെട്ടിക്കൊടുക്കും. പിന്നെ ഇതൊക്കെയാണ് എള്ള്, തെല്ല്, ഇതൊക്കെ വെക്കണമെന്നാണ് കേട്ടോ. ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുകുടാലാണ് വെക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് വിഘ്നേശ്വരൻ നമ്മൾ പൂണൂലതേ ഇങ്ങനെ കെട്ടിക്കൊടുക്കാനാണ് കേട്ടോ. ഇങ്ങനെ കെട്ടിക്കൊടുക്കും നമ്മൾ. പിന്നെ നമ്മൾ അടുത്ത വർഷം അത് അഴിക്കത്തുള്ളൂ. ഇതൊക്കെ വച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കർപ്പൂരം, പച്ചക്കർപ്പൂരമാണ് കേട്ടോ. പച്ചക്കർപ്പൂരം നമ്മളിവിടെ ദൈവത്തിൻ്റെ ഇവിടെ വച്ചിക്കും. പിന്നെ ഈ വിളക്ക് പ്രത്യേകിച്ചുള്ള ഒരൊറ്റ വിളക്കാണ്. ഇത് നേരം വെളുപ്പ് 5 മണി വരെ കത്തിക്കൊണ്ടിരിക്കണം. ഇത് അണയാൻ പാടില്ല കേട്ടോ. ഇത് അണയാൻ പാടില്ല. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഉറങ്ങൂല, ഇടയ്ക്കിടയ്ക്ക് വന്ന് നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഇവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത് അണയാൻ പാടില്ല കേട്ടോ. അത് അണയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ ഫലം എന്താണെന്ന് മനസ്സിലാവും. ഈ ഫ്രൂട്ട്സുകൾ, ഇത് കരിമ്പ്, പിന്നെ ഇനി നമ്മൾ സ്വർണവും പൈസയൊക്കെ വെക്കും വെറ്റിലയുടെ ഇവിടെ. പിന്നെ ഇങ്ങനെ കണ്ടു നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനി ഈ ഹാരമൊക്കെ ദൈവത്തിന് ചാർത്താനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലിയിട്ടാണ് ചാർത്തുന്നത്. പിന്നെ ലോട്ടസ് പൂളും വെക്കും. അതിപ്പോൾ വെക്കൂല കേട്ടോ. നമ്മൾ പൂജ തുടങ്ങുമ്പോൾ ലോട്ടസിൻ്റെ ഫുൾ, അതാണ് മെയിൻ. മഹാലക്ഷ്മി പൂജ എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് ലോട്ടസ് അല്ലേ വേണ്ടത്. അപ്പോൾ വെക്കും അങ്ങനെ. അപ്പോൾ നെല്ലും വെക്കും. ഇതൊക്കെ ആ സമയത്ത് വെക്കാനാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇനി ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ നമ്മൾ എള്ളിട്ടിട്ട് ഇത് ഗംഗാവെള്ളവും പാലും കൂടെ ചേർത്തതാണ് കേട്ടോ ഇവിടെ വച്ചിരിക്കുന്നത്. അതിൽ എള്ളിട്ടിട്ട് നമ്മൾ പൂജിക്കും. പിന്നെ ഇതിൽ തുളസിയില ഇട്ടു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ തയ്യാറാക്കി. ഇത് ആർത്തി ചെയ്യേണ്ടതും ഇത് നമ്മൾ ആർത്തി ചെയ്യേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം എടുത്ത് വച്ചിരിക്കണം, തയ്യാറാക്കി വെച്ചിരിക്കണം. ഇത് കുന്തിരിക്കോ, ഇതൊക്കെ നമ്മൾ പൂജ തുടങ്ങുമ്പോൾ നമ്മൾ മന്ത്രം ചൊല്ലി തുടങ്ങുമ്പോൾ വെക്കും കേട്ടോ. മന്ത്രം ചൊല്ലി ആകുമ്പോൾ നമ്മൾ കൊമാളിൻ്റെ പൂള്, അതായത് താമരപ്പൂവ്, ഇതൊക്കെ നമ്മൾ വെക്കുന്നത് ആ സമയത്താണ്. വലിയ ഹാരമൊക്കെ ഇടും. അപ്പോൾ പിന്നെയും കാണിച്ചു തരാം. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ വെറ്റിലപ്പാക്കിൻ്റെ മുകളിൽ നമ്മൾ സ്വർണവും പൈസയും വെക്കും. അത് വെക്കും. ഇപ്പം എടുത്തുകൊണ്ടൊന്ന് വെക്കും കേട്ടോ. പിന്നെ ഇതുപോലെ പച്ചക്കറികൾ എല്ലാം നമ്മളെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നത് നല്ലതാണ്.
പിന്നെ നമ്മൾ ഗണേശന് പൂണൂല് കെട്ടും. അതും പൂണൂലിപ്പം ഇതിങ്ങനെ നമ്മൾ പൂണൂലിടും കേട്ടോ. പൂണൂലിടും. ഇതിങ്ങനെ പൂണൂലിടണമെന്നാണ് കേട്ടോ. വിഘ്നേശ്വരൻ എപ്പോഴും നമ്മൾ പൂണൂലിടണമെന്നാണ്. എന്നിട്ട് നമ്മളത് ഇതിട്ടു ഹാരം ഇട്ടു കേട്ടോ. ഇനി പൂവിൻ്റെ ഹാരമൊക്കെ ഇടും കേട്ടോ. ഇനി ഇത് കയറ് കൊണ്ടൊന്ന് കെട്ടണം കലശത്തിന്. അപ്പോൾ അത് കാണിച്ചു തരാമേ. നമ്മളേ പൂജ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ ഇത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ വിളക്ക് കത്തിക്കാനാണ് കേട്ടോ. എണ്ണയൊക്കെ അപ്പോൾ നേരത്തെ തിരിയൊക്കെ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് കഴുകി തുടച്ച് തിരി ഇട്ട് വച്ചിരിക്കണം. അപ്പോൾ എളുപ്പം കഴിയുമല്ലോ. ഇനിയും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ തറയൊക്കെ നല്ലവണ്ണം നമ്മൾ 2-3 പ്രാവശ്യം തുടച്ച തറയൊക്കെയാണ് കേട്ടോ. മോള് ഓഫീസിൽ പോകും വിളക്ക് കത്തിക്കുക. ഇപ്പോൾ പൂജ കഴിഞ്ഞ ഉടനെ നമുക്ക് പൂജയ്ക്ക് മുമ്പും പണിയാണ്, പൂജ കഴിഞ്ഞാലും പണിയാണ്. പൂജ കഴിഞ്ഞാൽ ഇനി നമുക്ക് ലുച്ചി ഉണ്ടാക്കണം, അള്ളുവിൻ്റെ ഒരു കറി ഉണ്ടാക്കണം, പ്യാജൊന്നും ഇടാതെ, അതായത് സവാളയൊന്നും ഇടാത്ത ഒരു കറി ഉണ്ടാക്കണം. എന്നിട്ട് ഇതൊക്കെ ഇനി കത്തിക്കണം. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇതൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഇതൊക്കെ ഇരിപ്പുണ്ട്. ഇനിയും കാലിയായിട്ടുള്ളതുകൊണ്ട് ഇനിയും തിരികൾ ഇടണം. തിരി ഇട്ടിട്ട് വേണം ഇനി ഇത് വിളക്ക് പുറത്തൊക്കെ കത്തിക്കാൻ, ചത്തിൻ്റെ മുകളിലൊക്കെ കത്തിക്കാനൊക്കെ. തിരി ഇട്ട് വച്ചിരിക്കുന്നു. തിരി ചിലത് കനം കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇതെല്ലാം ചട്ടിയും കൂടെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കും. എല്ലാത്തിലും എണ്ണ ഒഴിച്ചിട്ട്, അപ്പോൾ എളുപ്പ പണിയായല്ലോ. നേരത്തെ തിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പ പണിയായല്ലോ എന്ന് വിചാരിച്ചാണ് ഈ പണിയൊക്കെ ചെയ്തത് കേട്ടോ. ഇല്ലെങ്കിൽ തിരിയൊന്നും ഇട്ട് വെക്കൂല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിളക്ക് പൂജ കഴിഞ്ഞാൽ പ്രസാദവും കഴിച്ചിട്ട് മോള് കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ കാളിപൂജയുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പോകുന്ന അവിടെ പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് പോവും. പിന്നെ പ്രസാദമൊക്കെ കൊടുക്കണം എല്ലാവർക്കും. ഓഫീസിലൊന്ന് പോയിട്ട് അവിടെ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് വരും. കേട്ടോ. അപ്പോൾ വിളക്കെണ്ണയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി. വിളക്കെണ്ണയൊക്കെ ഇന്നലെ മലയാളി കടയിൽ നിന്ന് മേടിച്ചേക്കണ്ട എണ്ണയൊക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മളൊരു വലിയ പാത്രത്തിൽ ആക്കിയിട്ട് ഈ ചട്ടികളെല്ലാം അതിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ പാത്രത്തിലല്ലേ പോവുള്ളൂ. എന്നിട്ട് കൊണ്ടുവന്ന് എല്ലാ ചട്ടികളും കൂടെ വെച്ചിട്ട് ഒന്നിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്നാവും, അല്ലെങ്കിൽ താഴേക്ക് അപ്പം കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇനി വിളക്ക് പൂജ ചെയ്യേണ്ട സമയങ്ങളൊക്കെ ആയി. ഇപ്പോൾ 1 മണിക്കൂറത്തെ മന്ത്രങ്ങളുണ്ട് കേട്ടോ. ഗണേശ് മന്ത്രവും ലക്ഷ്മി മന്ത്രവും കുബേർ മന്ത്രമൊക്കെ ഉണ്ട്. 108 പ്രാവശ്യം ചൊല്ലേണ്ട 108 പ്രാവശ്യം ചൊല്ലണം. 54 പ്രാവശ്യം ചൊല്ലേണ്ട 54 പ്രാവശ്യം ചൊല്ലണം. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു വിളക്ക് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കണം. കാരണം ആ വിളക്ക് അണയാൻ പാടില്ല. എല്ലാവരും ഇവിടുത്തെ ശാസ്ത്രം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആ വിളക്ക് അണയാതിരുന്നാലേ ഈ വർഷത്തെ നമ്മുടെ ഈ പൂജയ്ക്ക് ഫലമുള്ളൂ എന്ന് പറയാൻ. നല്ലതോ ചീത്തയോ എന്നൊക്കെ അതിൽ നിന്ന് അറിയാമെന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെ പൂജയുടെ പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനേക്കാൾ വലിയ പണി പൂജ കഴിഞ്ഞതിന് ശേഷം നാളെ ആയിരിക്കും കേട്ടോ. നാളെ ഇനി ഇതൊക്കെ എടുത്തു പാത്രങ്ങളൊക്കെ കഴുകി, ഇത്രയും പാത്രങ്ങൾ കഴുകി നെയ്യും എണ്ണയും ഒക്കെ അല്ലേ ആയിരിക്കും. പാത്രങ്ങളൊക്കെ കഴുകി അത് കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് അവിടെ ഫ്രണ്ടൊക്കെ തുടച്ച് എടുത്ത് ഒക്കെ വരുമ്പം തന്നെ നമ്മൾ ദീപക്കിനെ ഓർക്കുന്നു കേട്ടോ. എല്ലാ വർഷവും ദീപക്കുള്ളതല്ലേ, അപ്പോൾ ഉള്ളതാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഇല്ലല്ലോ. വർത്താനം പറയാൻ തിരിയുന്നില്ല, കാരണം വെള്ളം മൂലം നമ്മൾ കുടിക്കാതെ ഉപവാസമല്ലേ. അപ്പോൾ ഓക്കെ, പൂജ ആട്ടെ. പൂജ വിളക്കൊക്കെ കത്തിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ എല്ലായ്പ്പോഴും ചെറിയ ബൾബൊക്കെ ഒരുപാട് ഇടാറുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് ഒരു ബൾബേ ഇട്ടുള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് ഈ വർഷം ചെയ്യണം. അടുത്ത വർഷം നല്ലതായിട്ട് പറഞ്ഞില്ലേ, ഒറ്റയ്ക്കുള്ള പണിയും എല്ലാം. ഇത് കഴിയുമ്പോൾ നല്ല പണിയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പൂജയ്ക്കുള്ള സമയമായി. അതിന് മുമ്പായിട്ടൊന്നും എല്ലാം എടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും കാണാം. ഇതൊക്കെ പൂക്കളാണ്. ആദ്യം വിഘ്നേശ്വരനല്ലേ, വിഘ്നേശ്വരനെ പൂജ ചെയ്യുന്നപ്പോൾ നമ്മൾ ദർപ്പും, അതായത് കറുകപ്പുല്ലും ബേൽപ്പത്തി. അപ്പോൾ ആദ്യം വിഘ്നേശ്വരൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് പിന്നെ ലക്ഷ്മി മന്ത്രവും കുബേര മന്ത്രമൊക്കെ ചൊല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 5 തരം ഇത് വച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ.
നമ്മൾ എല്ലാ വർഷവും ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ലതായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്രാവശ്യം ഒന്ന് ലളിതമായിട്ടാണ് ചെയ്തത്. അപ്പം ഒന്ന് വിളക്കൊക്കെ കത്തിക്കട്ടെ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ബുദ്ധിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമസ്തുതേ ആമീന്ദ്രരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംബുദേ മഹാലക്ഷ്മി നമസ്തുതേ സ്ഥൂല സൂക്ഷ്മ മഹാരുദ്ര. നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതേ വിളക്കൊക്കെ കത്തിച്ചു, ആർത്തിയൊക്കെ ചെയ്തു. ഈ വിളക്ക് നേരം വെളുപ്പ് വരെ കത്തിക്കൊണ്ടിരുന്നോളെ. നേരം വെളുപ്പ് 5 മണി വരെ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചുകൊണ്ട് കൊടുക്കും. ഇച്ചിരി വലിയ തിരിയാണ് ഇട്ടേക്കുന്നത്. ബാക്കി പ്രസാദങ്ങളൊക്കെ എടുക്കാറായി. കലശവും അതിൻ്റെ അകത്തുള്ള നെല്ലും അരിയൊക്കെ പൂവൊക്കെ നാളെ കുളത്തിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കും കേട്ടോ. നമ്മൾ നാളെ കുളത്തിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കിയിട്ട് ഈ ലക്ഷ്മി ഗണേശനെയും മുകളിൽ വെക്കും. മറ്റേ ലക്ഷ്മി ഗണേശനെ നമ്മൾ എടുത്ത് ഒഴുക്കും. പഴയത് അങ്ങനെയാണ് കേട്ടോ. ഓനെ എൻ്റെ പൂജയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. പ്രണാം ചെയ്തേ പൊന്നു. പ്രണാം ചെയ്തേ. തമ്പായി പ്രണാം ചെയ്യ. തമ്പായി രക്ഷിക്കണേ, തമ്പായി രക്ഷിക്കണേ, തമ്പായി രക്ഷിക്കണേ. തമ്പായി രക്ഷിക്കണേ. പ്രണാം ചെയ്യേ. 2 കൈ കൊണ്ട് അവിടെ ഇരുന്ന് പ്രണാം ചെയ്യ പൊന്നെ. പ്രണാം ചെയ്യ. നല്ല തമ്പായി രക്ഷിക്കണേ, തമ്പായി രക്ഷിക്കണേ, രക്ഷിക്കണേ. അപ്പം ഇന്നത്തെ ഇതൊക്കെയാണ് പൂജകൾ കേട്ടോ. ഒത്തിരി 2 ദിവസത്തെ കഠിന പ്രയത്നമായിരുന്നു. എല്ലാവർക്കും ഒരു നമസ്തേ കൊടുത്തേ പൊന്നു. ഒരു നമസ്തേ. 2 കൈ കൊണ്ടല്ലേ, 1 കൈ കൊണ്ടാണോ നമസ്തേ? നമസ്തേ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹായ് ആണ് തരുന്നത്. അപ്പോൾ കണ്ടോ എൻ്റെ മോൻ്റെ പൂജയും കാര്യങ്ങളും. മോൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഒരു കുഞ്ഞു ചെറിയ പൂജാവിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ എല്ലാവരും ഒന്ന് കാണണേ. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ കേട്ടോ. നമ്മൾ ലളിതമായിട്ട് നടത്തിയ ഒരു ഇതാണ്. അടുത്ത വർഷം നല്ലതായിട്ടൊക്കെ നടത്താം. വീട് പണിയൊക്കെ പൂർത്തിയായിട്ട് താഴത്തെ ഫ്ലാറ്റൊക്കെ ഒന്ന് ഇതായി. വീടിപ്പോൾ പരിസരമൊക്കെ എന്നാലും ഒന്ന് വൃത്തിയാക്കിയെങ്കിൽ ആ ഒരു ഇടിച്ചും പൊട്ടിച്ചൊക്കെ ഇട്ടൊക്കെ എന്നുള്ളതുകൊണ്ട് ആ ഒരു എന്തോ പോലെ. എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കട്ടെ. ശരി, ഓക്കെ.